നമ്മൾ ഇന്നിരിക്കുന്നത് ഏറ്റവും പുതിയ XUV 400 ഇന്റീരിയർ ഒക്കെ മാറ്റി കുറച്ച് കിടിലം ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടാണ് ഏറ്റവും പുതിയ XUV 400 വന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ. EC പ്രോയിലും EL പ്രോയിലും എന്ന് പറഞ്ഞുള്ള രണ്ട് വേരിയന്റുകളായിട്ടാണ് നമ്മുടെ ചെക്കനെ അവൈലബിൾ ആയിട്ട് വരാം. EC പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ചും EL പ്രോ എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ചും. ഇതാണ് ഇതിന്റെ ഒഫീഷ്യലായിട്ട് പറഞ്ഞുള്ള ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 375 കിലോമീറ്റർ ആണ് നമ്മുടെ ഷോർട്ട് റേഞ്ച് എന്ന് പറയുന്നത്, 456 കിലോമീറ്റർ ആണ് ലോങ് റേഞ്ച്. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ XUV 400 ഇലക്ട്രിക് വെഹിക്കിൾ ആട്ടാ. ഇതിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കണേ. സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയാലോ, 5 സ്റ്റാർ റേറ്റിംഗ് കിഡിലോസ്കി ആയിട്ട് കിട്ടുന്ന നമ്മുടെ ഏറ്റവും പുതിയ XUV 400 ട്ടാ. എക്സ്റ്റീരിയർ ലുക്കിൽ മാത്രമല്ല കേട്ടോ, ഇന്റീരിയർ ലുക്കിലും ചെക്കനെ വെല്ലാൻ വേറെ ആരും ഉണ്ടാവില്ല കേട്ടാ. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇതാണ് വാഹനത്തിന്റെ ഫ്ലിപ്പ് കീ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ലോക്ക്, അൺലോക്ക്, അതുപോലെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഒരു കീയും കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ മിന്നണാണ് നമ്മൾ സ്വിച്ച് അമർത്തുമ്പോൾ, കണ്ടില്ലേ. ഇതൊക്കെയാണ് നമ്മുടെ റിമോട്ട് ഫ്ലിപ്പ് കീയിൽ വരുന്നത്. 2 ഫ്ലിപ്പ് കീ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് വാഹനത്തിന്. ഇനിയൊന്ന് നമുക്ക് അടുത്ത് നോക്കിയാലോ. അടുത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് ആ മഹേന്ദ്രയുടെ ലോഗോ തന്നെയാട്ടോ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുന്നത്. അതുമാത്രമല്ല, വാഹനം ഡുവൽ ടോണിലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഡുവൽ ടോൺ നോക്കുമ്പോൾ ഒരു ഗോൾഡൻ കളറാണ് നമുക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നത്. ആ കളർ തന്നെയാണ് വാഹനത്തിൻ്റെ പല സൈഡിലും നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു ബോണറ്റിൽ ഒരു ഷാർപ്പ് ലൈൻസ് 2 ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റ് ആട്ടോ വാഹനത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത്. ആ ബ്ലാക്ക് കളറൊക്കെ ഗ്ലോസി കളറോടെ പിയാനോ ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഹെഡ്ലാമ്പ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റർ ഹാലോജൻ ആണ് വരുന്നത്. പിന്നെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് വരുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു DRL ഇങ്ങനെ കത്തി നിൽക്കണതാണ്, കണ്ട. ഇതാണ് ആ ഹെഡ്ലാമ്പ് യൂണിറ്റ് ഓണാക്കി വരുമ്പോൾ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ആ DRL യൂണിറ്റിന് ഇങ്ങനെ താഴത്തേക്ക് ഒരു ഗോൾഡൻ ലൈൻ ഇങ്ങനെ ഫോഗ് ലാമ്പ് യൂണിറ്റ് വരെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാട്ടോ ആ ബ്രൈറ്റ് ഇട്ട് നിൽക്കുമ്പോഴുള്ള വാഹനത്തിൻ്റെ ആ ഒരു വിഷൻ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, സൂപ്പർ ആയിട്ടില്ലേ. ഞാൻ ആ കറക്റ്റ് നിങ്ങൾക്ക് അടുത്തേക്ക് വെച്ച് കാണിച്ചു തരാം. ഇതാണ് നോർമൽ നമ്മുടെ ഒരു വിഷൻ. പക്ഷെ നമ്മൾ താഴത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ബ്രൈറ്റ് കൃത്യമായിട്ട് എടുത്ത് കാണിക്കാട്ടാ. ഇനി ഇതാണ് ഞാൻ പറഞ്ഞുള്ള ഗോൾഡ് ലൈൻ ഇങ്ങനെ താഴെ ഫോഗ് ലാമ്പ് യൂണിറ്റ് വരെ പോയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് യൂണിറ്റ് ഓൺ ആക്കിയില്ല, അതും അത്യാവശ്യം നല്ല ബ്രൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴ്ഭാഗത്തേക്ക് വരുമ്പോഴും ഒരു ഗോൾഡ് കളർ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. പിന്നെ വാഹനത്തിൻ്റെ എയർ ഡാം യൂണിറ്റും കാണാം. പിന്നെ ഫ്രണ്ടിലത്തെ XUVയുടെ ആ ഒരു ലോഗോ എങ്ങനെയുണ്ട്, മഹേന്ദ്രയുടെ ലോഗോ അടിപൊളിയായിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഗോൾഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് കാണാം. താഴത്തെ എയർ ഡാം യൂണിറ്റ് നോക്കിയൊക്കെ അടിപൊളിയായില്ലേ. ഈ ഒരു ബ്ലാക്ക് കളറാട്ടോ വാഹനത്തിൻ്റെ ആ ഒരു എന്താ പറയുക, റോഡ് പ്രസൻസ് അടിപൊളിയായിട്ട് നിൽക്കണേ. താഴത്തെ സ്കിഡ് പ്ലേറ്റ് ഒക്കെ ഒരു സിൽവർ ടച്ചിലാണ് വന്നേക്കുന്നത്. 200 mm ആണ് ഇവൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വാഹനത്തിന് കിട്ടുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ. ഇനി നമുക്കൊരു സൈഡ് പ്രൊഫൈലിലേക്ക്, ആ ഡ്രൈവർ സൈഡിലേക്ക് പോയി നോക്കുമ്പോഴാണ് വാഹനത്തിന്റെ ലെങ്ത് നമുക്ക് മൊത്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4200 mm ആണ് വാഹനത്തിന്റെ ടോട്ടൽ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. സൈഡ് പ്രൊഫൈലൊക്കെ നോക്കിയാൽ ഹെഡ്ലാമ്പ് യൂണിറ്റിന്റെ പൊളിച്ചിട്ടില്ലേ. പിന്നെ നമ്മുടെ ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വലിയൊരു വീലാർച്ചൊക്കെ കാണാം. അതും ഒരു ക്ലാഡിങ്സ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബ്ലാക്കിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ്. ആ ടയറിന്റെ സെന്റർ ഭാഗത്തായിട്ടും നമ്മുടെ മഹേന്ദ്രയുടെ ലോഗോ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോൾട്ടുകൾ കാണാം. 4 വീലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ R16 ആണ് ടയറിന്റെ സൈസ് വരുന്നത്. പിന്നെ നമ്മുടെ സസ്പെൻഷനെ കുറിച്ച് നോക്കിയാലോ, ഫ്രണ്ട് മെക്പേഴ്സൺ സ്ട്രക്ട് വിത്ത് ആന്റി റോൾ ബാർ ആണ് ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ. ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഡുവൽ ടോൺ ആണ് വരുന്നത്. താഴെ ഒരു പ്ലാസ്റ്റിക് ബ്ലാക്കും മുകളിൽ പിയാനോ ബ്ലാക്കും. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നമ്മൾ ഫുൾ ഓപ്ഷൻ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ ഭാഗത്തും ആ ഒരു ഗോൾഡൻ ലൈനിങ് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെയും ഒരു വലിയ പ്ലാസ്റ്റിക് ക്ലാഡിങ്സ് ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ A പില്ലറും B പില്ലറും C പില്ലറും എല്ലാം ഒരു നോർമൽ ബ്ലാക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് ബ്ലാക്കുകൾ കണ്ടില്ലേ. ഈ ഒരു ഭാഗമൊക്കെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പുതിയ വണ്ടിയിലും സെറ്റ് ചെയ്ത് വന്നേക്കുന്നത്. മോൾ വസ്തിക്ക് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറായിട്ട് ഒരു ഗോൾഡ് കളർ എന്ന് പറയുന്നത്. റോഡ് പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ ജില്ലായിരിക്കും കേട്ടോ, അടിപൊളിയാണ്. റൂഫ് റെയിൽസിലും പിയാനോ ബ്ലാക്ക് ആയിട്ടാണ് വന്നേക്കണത്. ആ റൂഫ് റെയിൽസിന്റെ ഏറ്റവും അവസാനം നോക്കി ഒരു ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജിങ്സ് വന്നിട്ടുണ്ട്, അടിപൊളിയായില്ലേ. ബാക്ക് ടയറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡിസ്ക് ബ്രേക്സ് കാണാം. R16 ഇഞ്ചിന്റെ വീൽസ് ആണ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആട്ടാ കാണാൻ സാധിക്കുക. ബാക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ട്വിസ്റ്റ് ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. അത് മാത്രമല്ല ഇതിന്റെ സസ്പെൻഷൻ ഒരു ക്വാളിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. റോഡിനനുസരിച്ച് സെൻസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി കംഫർട്ട്നെസ് കൂട്ടി തരും.
ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ട്യൂബ് ആയിട്ടാണ് വരുന്നത്. ആ ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ പാർക്ക് ഇടുമ്പോൾ ആ ട്യൂബ് കാണാം. മുകൾ വശത്തേക്ക് നോക്കുമ്പോൾ ഷാർക്ക് പിന്നെ ആന്റിനൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഒരു സ്പോയിലേഴ്സ് വരുന്നുണ്ട്, അതുമ്പോൾ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് കാണാൻ സാധിക്കും. പിന്നെ ബാക്കിൽ ലൈൻസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അറിയാം ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള വൈപ്പറൊക്കെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. കുഴപ്പമില്ല, ഇതാണ് ഡീഫോഗർ. നല്ല ഒരു ക്വാളിറ്റിയോട് കൂട്ടിട്ട് തന്നെയാണ് ബാക്ക് സൈഡും നമുക്ക് ഡിസൈൻ ചെയ്തേക്കണത്. ഇതാണ് ഞാൻ പറഞ്ഞുള്ള ആ ട്യൂബ് കേട്ടോ. പിന്നെ നോർമലായിട്ടുള്ള ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. സെൻട്രൽ ഭാഗത്ത് നമ്മുടെ ലോഗോ കാണാം മഹേന്ദ്രയുടെ. താഴ്വശത്തേക്ക് EV എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ, പിന്നെ ഇവിടെ XUV 400 എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. താഴെ റിഫ്ലക്ടർ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളും കാണാൻ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കിയാലോ. ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും കാണാം. ഇവിടെ ഞെക്കിയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 378 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അതിൻ്റെ താഴെ ഒരു ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയുണ്ട്. നമുക്ക് ഇറക്കി വെക്കണം ബൂട്ടിലേക്ക്. ഡയറക്റ്റ് ഫ്ലാറ്റ് സ്പേസ് അല്ല വരുന്നത്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ അവിടെ ഒരു പെട്ടി ഇരിക്കുന്നുണ്ട്, ചാർജിങ്ങിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ഇറക്കി വെക്കണം. പിന്നെ നമുക്ക് പാർസൽ ട്രേ വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. 3 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആട്ടോ. പിന്നെ 60-40 സീറ്റും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ വേണമെങ്കിൽ വലിച്ചടക്കാം, അല്ലെങ്കിൽ നോർമലായിട്ട് ഇങ്ങനെയും വലിച്ചടക്കാം കേട്ടോ. അപ്പോൾ അതാണ് ബാക്കിലത്തെ കാര്യങ്ങൾ. അപ്പോൾ അടിപൊളിയില്ലേ. ഇനി നമുക്ക് കോ ഡ്രൈവറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വാഹനത്തിന്റെ ആ ഒരു വീൽ ബേസും കാര്യങ്ങളും നോക്കിയാലോ. 2600 mm ആട്ടോ ഇവന്റെ വീൽ ബേസ് വരുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ ഫീച്ചേഴ്സും കാര്യങ്ങളും, ഏറ്റവും പുതിയ ഇന്റീരിയർ ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ആ ഡുവൽ ടോൺ, ഒരു വൈറ്റ് സ്റ്റോണും ബ്ലാക്ക് സ്റ്റോണും കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഡീക്രോം ചെയ്തിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ ഹാൻഡിൽ വരുന്നുണ്ട്. സ്പീക്കറുകൾ വരുന്നുണ്ട്, ആ ഒരു പൊസിഷനിങ്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ 4 പവർ വിൻഡോസ്. ഇവിടെ ഒരു കുഷനിങ് എഫക്റ്റ് വരുന്നുണ്ട്, അത് നമ്മുടെ ലെതർ ആണ് വരുന്നത്. ഇനി സീറ്റിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ മാനുവലാണ്. വെന്റിലേറ്റഡ് സീറ്റുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അങ്ങനെയല്ല കേട്ടോ. ആ ഒരു എയർ ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് കൊടുത്തേക്കുന്നത്. ആ സീറ്റിന്റെ ക്വാളിറ്റി ഒക്കെ ഞാൻ ഇരുന്നപ്പോൾ നല്ല കുഷനിങ് എഫക്റ്റ് ഉണ്ട്. നമുക്കൊന്ന് കയറി നോക്കി നോക്കാം. എന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഏതാണെന്ന് നോക്കി നോക്കാം. ക്ലച്ച് ഫ്രീ വെഹിക്കിൾ ആട്ടോ. ക്ലച്ച് ഉണ്ടാവില്ല, അറിയാലോ. ഇലക്ട്രിക് വാഹനങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വാഹനത്തിന്റെ ഇന്റീരിയർ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സൂപ്പർ ആയിട്ടില്ലേ. എനിക്ക് ആ മഹേന്ദ്രയുടെ ലോഗോന്റെ ചുറ്റും ഒരു ബ്ലൂ കളർ പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് വാഹനത്തിന്റെ കീ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആട്ടാ. ഇതാണ് ക്ലച്ച് ഫ്രീ വാഹനം. അതെ, ജസ്റ്റ് പുഷ് ബട്ടൺ ചെയ്യണം. വാഹനം ഇതാണ് ഓണാക്കണം. ഒരു സിനിമാറ്റിക് സ്റ്റൈലൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയായിട്ടില്ലേ. 10.2 ഇഞ്ചിന്റെ ഒരു ക്ലസ്റ്ററാണ് നമുക്കിപ്പോൾ മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വന്നതാണ്. അതുപോലെ തന്നെ 10.2 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ലോണം ഉയർത്തിയിട്ട് തന്നെയാണ് വെച്ചേക്കണേ. പണ്ട് ഇതിന് മുമ്പ് XUV 400 യൂസ് ചെയ്ത് നമുക്ക് അറിയാം താഴ്ഭാഗത്തേക്കായിട്ടാണ് അതിരിക്കണേ. ഒരു ഗുഡ് ബൈ നോട്ട് നമുക്ക് വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. ഇവിടെ മാപ്പ് കണക്ടിവിറ്റി നമ്മുടെ ക്ലസ്റ്ററിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രൈവർക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ട് മാപ്പ് നോക്കിയിട്ട് ഓടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ക്ലസ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. ഒരു കൈ കൊണ്ട്, ഒരു വിരലുകൊണ്ട് സ്റ്റിയറിംഗ് ഒക്കെ എക്സസ് ചെയ്യാൻ പറ്റും. അത്രയും ലളിതമായിട്ടാണ് സ്റ്റിയറിംഗിന്റെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലൂ കളർ. നമുക്ക് ആദ്യം തോന്നും ലൈറ്റാണ്, നല്ല കേട്ടോ, ലൈറ്റ് അല്ല. ഇപ്പം മാപ്പ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ട്. ഇവിടെ സ്വിച്ചുകൾ കാണാം, വോളിയം കൂട്ടാനും അതുപോലെ കോൾ എടുക്കാള്. അതുപോലെ ഈ സൈഡിലാകുമ്പോൾ നമ്മുടെ ക്രൂസിന്റെ കാര്യങ്ങൾ, അതുപോലെ സ്ക്രീനിന്റെ ആ ക്ലസ്റ്ററിന്റെ നെക്സ്റ്റ് സെറ്റപ്പും കാര്യങ്ങളും, മെനു, അതൊക്കെ നമുക്ക് ഇതിലാണ് ആക്സസ് ചെയ്യാൻ പറ്റുക. ഈ റൈറ്റ് സൈഡിലത്തെ സ്വിച്ചുകൾ. ലെഫ്റ്റ് സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ കോൾ എടുക്കാനുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ മെനു, വോളിയം കൂട്ടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഡ്രൈവർക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് ലളിതമായിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, ഓട്ടോമാറ്റിക് വൈപ്പർ ഉണ്ട്. പിന്നെ ടയറിൻ്റെ പൊസിഷനിങ് കണ്ട, നമ്മൾ സ്റ്റിയറിംഗ് എങ്ങോട്ടാ തിരിക്കണമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇതിൽ ക്ലസ്റ്ററിൽ കാണാൻ സാധിക്കും. പിന്നെ ഡ്രൈവ് മോഡുകൾ ഇവിടെ കാണാൻ സാധിക്കട്ടെ. ഇതാണ് ഡ്രൈവ് മോഡ്. 3 ഡ്രൈവ് മോഡുകളിലാണ് വാഹനം അവൈലബിൾ ആയിട്ട് വരാം. ഫണ്ണ്, ഫാസ്റ്റ്, ഫിയർലെസ്. അതിൽ ഫണ്ണ് നമ്മുടെ വാഹനം എടുക്കുമ്പോൾ വരും. ഫാസ്റ്റ് അതിനാളും മുകളിൽ. ഫിയർലെസ് എന്ന് പറഞ്ഞ സംഭവം അറിയാലോ, ആ പേരിൽ തന്നെ ഉണ്ട്. പേടി വേണ്ട, സ്പോർട്സ് ഡ്രൈവ് മോഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പിന്നെ AC വെന്റിന് ചുറ്റും ആ ഒരു ഗോൾഡ് കളർ വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ആ സൈഡിൽ ആ ഒരു സ്വിച്ചും വരുന്നുണ്ട്. സ്റ്റിയറിൻ്റെ താഴെ ഫ്ലാറ്റാണ്. എത്ര തടിയുള്ളവർക്ക് കയറിയാലും തൊടാൻ ഇടിക്കില്ല കേട്ടോ. നമുക്ക് ഇതാണ് വാഹനത്തിൻ്റെ സ്വിച്ച്, ഏത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ഇങ്ങനെയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ. മിററൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. പിന്നെ ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ മാക്സിമം കുറവാണ്. ബേസ് ഓപ്ഷൻ മുതൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവറിൻ്റെ ഭാഗത്ത് നമുക്ക് മിറർ കാണാൻ സാധിക്കില്ല. ഡ്രൈവറിൻ്റെ ഭാഗത്ത് മിറർ ഉണ്ട്. അവിടെ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട്. ഇവിടെ നമുക്ക് സൺ ഗ്ലാസ് ഹോൾഡർ ഒക്കെയുള്ള, ഇത് നമ്മുടെ കണ്ടില്ലേ ഇലക്ട്രിക് സൺറൂഫിൻ്റെ ആ ഒരു സ്വിച്ചാണ് അവിടെ വരുന്നത്. അത്യാവശ്യം ഒരാൾക്ക് കയറി നിന്നിട്ട് സിമ്പിളായിട്ട് പുറത്ത് നിന്ന് കാഴ്ചകൾ കാണാം. നമ്മുടെ കേരളത്തിൽ ഇത് അത്ര പ്രാക്ടിക്കൽ അല്ലെങ്കിലും എന്താ വെച്ചാൽ പൊടി കയറും.
പുറത്ത് നമുക്ക് യാത്രകളൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഉപകാരമുള്ള സാധനം കൂടിയാണ് ഈ സൺറൂഫ്. അത് വേണമെന്നുള്ളവർക്ക് മാത്രം ചൂസ് ചെയ്താൽ മതി. വെയിലുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ ഡിമ്മിങ് മിറേഴ്സ് വരുന്നുണ്ട്. ഇവിടെ കോ ഡ്രൈവറിൻ്റെ ഭാഗത്താണ് മിറർ വരുന്നത്. അതിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ള സെറ്റപ്പും കാര്യങ്ങളും. ഇവിടെ നമുക്ക് കണ്ടില്ലേ സ്വിച്ചും കാര്യങ്ങളും എക്സ്ട്രാ വരുന്നുണ്ട്. ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെ ഉണ്ട്. ഇതാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ വാഹനം ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടാണ് ഏറ്റവും പുതിയ XUV 400 വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ മൊത്തം ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ സിമ്മും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് ഓട്ടോ തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫോട്ടോസ് വരും, നമ്മുടെ ക്ലൈമറ്റും കാര്യങ്ങളും കാണിച്ചു തരും, മെനു, എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ മഹീന്ദ്ര എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ്. നാവിഗേഷനൊക്കെ ഓൺ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫോൺ കണക്ട് ചെയ്യണം. അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ ആപ്സും ഉണ്ട്. അലക്സ ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളോടുകൂടി ന്യൂ ജനറേഷൻ ടെക്നോളജിയിലാണ് വാഹനം ഇറക്കിയേക്കണത്. ഇനി അതിൻ്റെ താഴത്ത് മാനുവലായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ? ഒരു ഡുവൽ ടോൺ ഇൻറ്റീരിയർ ആയിട്ടാണ് വരുന്നത്. ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ ഓൺ ആക്കി വെക്കാം. താഴത്തെ AC വെൻറ്റിനെ സെൻറ്റർ ഭാഗത്തുള്ള AC യൂണിറ്റിന് ആ ഒരു ഗോൾഡ് കളർ വരുന്നില്ല. പിന്നെ ഈ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ മോഡുകളാണ് AC-യുടെ കാര്യങ്ങൾ. പിന്നെ 4 ഇൻഡിക്കേറ്റർ ഇവിടെ ക്ലസ്റ്ററിലും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ഡമ്മി സ്വിച്ച് ഇരിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. പിന്നെ ഇത് ഡ്രൈവ് മോഡ്. ഡുവൽ ടോൺ AC ആണ് നമ്മുടെ ഫുൾ ഓപ്ഷനിൽ വരുന്നത്. ഡ്രൈവറിനും കോ ഡ്രൈവറിൻ്റെ ഭാഗത്തേക്കും നമുക്ക് ഡിഗ്രി ടെമ്പറേച്ചർ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. കണ്ട, ഇത് കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്തു, ഞാൻ എൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്യണം. പിന്നെ ഫാൻ സ്പീഡ് കൺട്രോളും കാര്യങ്ങളും അതാണ് താഴത്തെ മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ACയും കാര്യങ്ങളും ഉണ്ട്. AC ഓഫ് ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. താഴെ വയർലെസ് ചാർജിങ്, പിന്നെ നോർമലായിട്ടുള്ള ചാർജിങ്. ഈ ഗിയർ, എൻ്റെ മോനെ, ഈ ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിൽ സ്വിച്ച് ഞെക്കിയിട്ട് വേണം നമ്മുടെ താഴത്തേക്ക് ഇടാനായിട്ട്. ഇപ്പോൾ ഡ്രൈവിലായി. പിന്നെ L എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് താഴെ, കണ്ട, ഇതാണ് ഡ്രൈവ്. അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ L കണ്ട, ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു എഫേർട്ടില്ല ഇടാം, പഴം പോലെ ഇടാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലസ്റ്ററിലും കൂടെ കാണാൻ സാധിക്കും കേട്ടോ. ഇനി റിവേഴ്സ് ഇടുമ്പോൾ നമുക്ക് ഒരു കിഡിലൻ അടിപൊളി ക്യാമറ എക്സ്പീരിയൻസും വിത്ത് സെൻസറും ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ഏത് ഗിയറിലാണെങ്കിലും പാർക്ക് ഞെക്കി പാർക്കാവും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാള്. പിന്നെ നമ്മുടെ നോർമലായുള്ള ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വേറെ ചാർജിങ് ഫെസിലിറ്റി ഒന്നുമില്ല. ഡ്രൈവറിനും കോ ഡ്രൈവറിൻ്റെ ആ ഒരു സീറ്റിന് ഒരു ഹോൾസ് കാണും. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ഗ്രെയിൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലോ ബോക്സ് കേട്ടോ, അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും AC വെൻറ്റിന് ചുറ്റും ആ ഒരു ഗോൾഡ് കളർ വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയലുകൾ തന്നെയാണ് യൂസ് ചെയ്തേക്കണത്. ഇതാണ് ടോട്ടൽ ഇൻറ്റീരിയർ കാഴ്ചകൾ എന്ന് പറയാനായിട്ട്. നമ്മുടെ വാഹനം 0 to 100 ഉണ്ടല്ലോ വെറും 8.3 സെക്കൻഡ് കൊണ്ട് അടിക്കൂടാ. ഇതാണ് നമ്മുടെ ക്ലസ്റ്ററിൻ്റെ അകത്തുള്ള മെനുവും കാര്യങ്ങളും. ഡ്രൈവർക്ക് ഒരു കാര്യങ്ങളും നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നോക്കിയിട്ട് സെറ്റ് ചെയ്യേണ്ട, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനുവിൽ നമ്മുടെ കണ്ട. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മാപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ വരില്ല. പിന്നെ വാഹനത്തിൻ്റെ റേഞ്ച് കാണിക്കുന്നുണ്ട്, എന്തോരം ശതമാനം കാണിക്കുന്നുണ്ട്. ബാറ്ററി പൊസിഷൻ നമ്മുടെ ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും കാണിക്കുന്നുണ്ട് എന്തോരം കിലോമീറ്റർ വാഹനം ഓടും. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ലോങ് റേഞ്ച് വാഹനമാട്ടാ. അറിയാലോ എത്ര കിലോമീറ്റർ ഈ വാഹനം ഓടുന്നത്. 456 കിലോമീറ്ററാണ് RI സർട്ടിഫൈ ചെയ്തിട്ടുള്ള ആ റേഞ്ചും കാര്യങ്ങളും. ബാക്ക് ഡോർ തുറക്കുമ്പോൾ ഒരു 80 ഡിഗ്രിയുടെ എത്ര ഈ വാഹനം ഡോർ തുറക്കുന്നുണ്ട്. 3 പേർക്ക് നെഞ്ച് വിരിച്ചിരിക്കാമെന്ന് മാത്രമല്ല 3 പേർക്ക് ഹെഡ് റെസ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഹെഡ് റൂമും ലെഗ് റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഈ ഒരു ഭാഗത്തും ചാർജിങ് വരുന്നുണ്ട്. റിയർ AC ആയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് വന്നേക്കണം പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളും. വാഹനത്തിൽ നമ്മുടെ സേഫ്റ്റി പരമായുള്ള എല്ലാ കാര്യങ്ങളും പുതിയ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ 4 വീലും ഡിസ്ക്കാണ്. അതൊക്കെയാണ് നമുക്ക് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള പറയുള്ളത്. നമുക്കിനി വാഹനത്തിൻ്റെ ബോണറ്റ് ഒന്ന് പൊന്തിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം. നമുക്ക് 2 രീതിക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ഒരെണ്ണം 34.5 കിലോവാട്ടിൻ്റെ ബാറ്ററിയും ഒരെണ്ണം 39.5 കിലോവാട്ടിൻ്റെ ബാറ്ററിയും. ഈ 34.5 കിലോവാട്ട് ബാറ്ററിയിൽ 375 കിലോമീറ്ററും അതുപോലെ 39.5 കിലോവാട്ട് ബാറ്ററിയിൽ 456 കിലോമീറ്ററാണ് നമുക്ക് ചെക്കനെ കിട്ടുന്നത്. അതുമാത്രമല്ല നമുക്ക് വാഹനത്തിൻ്റെ പവർ നോക്കിയാലോ, 150 PS പവറും 110 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ